പുതിയ വീഞ്ഞ് പുതിയ തോൽക്കുടം. പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടത്തിൽ ഒഴിച്ചാൽ തോൽക്കുടം പൊട്ടിപ്പോകും. പുതിയ വസ്ത്രം കിട്ടിയാൽ പഴയ വസ്ത്രം ഉപേക്ഷിക്കണം. ഇത്രയും നാൾ ഞാൻ ഉടുത്ത ഈ പഴയ വസ്ത്രം എങ്ങനെ ഉപേക്ഷിക്കണേ? അതാണ് പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള പഴയ ഉടമ്പടി, പുതിയ ഉടമ്പടി, ഫരിസേയ നീതി, ദൈവനീതി. ഇതൊക്കെയാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കാൻ പോകുന്നത്. നമ്മളെവിടെയായിരുന്നു നേരത്തെ? സിനഗോഗുകളിൽ. അവൻ അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചും രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചും ജനങ്ങളുടെ എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും ഗലീലി മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു. മത്തായി 4:35 4:23 9:35 ഉണ്ടോ? ഇത് തന്നെ 9-ാം അധ്യായത്തിൽ കറക്റ്റ് ഇത് തന്നെ വീണ്ടും പറഞ്ഞേക്കാം. യേശു അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചും രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും എല്ലാ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ചു. അപ്പോൾ ഈ 4-ാം അധ്യായത്തിൽ, മത്തായി 4-ാം അധ്യായത്തിൻ്റെ അവസാനത്തിൽ അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചു, രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു എന്നെല്ലാം പഠിപ്പിച്ചതിന് ശേഷം 5, 6, 7 അധ്യായങ്ങളാണ് മലയിലെ പ്രസംഗം. വാസ്തവത്തിൽ മലയിലെ പ്രസംഗം എന്ന് പറയുന്നത് ഈശോ സ്ഥിരമായിട്ട് മലമുകളിൽ വന്ന് ഇങ്ങനെ കൊടുത്ത ഒരു പ്രഘോഷണ പരമ്പരയല്ലാതെ, ആ മലയിലും പ്രസംഗിച്ചിട്ടുണ്ട്. ഈശോയുടെ ഈ സിനഗോഗുകളിലും ഗലീലയിലും മറ്റ് സ്ഥലങ്ങളിലും പ്രസംഗിച്ചതിൽ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷത്തെ ക്രോഡീകരിച്ചിട്ടുള്ളതാണ് ഈ 3 അധ്യായങ്ങൾ. ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം. അപ്പോൾ ഈ 4-ാം അധ്യായത്തിൻ്റെ അവസാനത്തിൽ കണ്ടോ, അവൻ അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചു. അത് കഴിഞ്ഞ് 4, 5, 6, 7 ആ പഠനത്തിൻ്റെ എന്തെല്ലാമാണ് പഠിപ്പിച്ചതെന്നുള്ളതാണ്. 5, 6, 7 അധ്യായങ്ങളിൽ ഒരത്ഭുതങ്ങളും കാണുന്നില്ല, പ്രബോധനം മാത്രമാണ്. 8-ാം അധ്യായത്തിൽ അവൻ മലമുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ ഒരു കുഷ്ഠരോഗി അവനെ സമീപിച്ചു. അതാണ് അവിടെ മുതൽ അത്ഭുതമാണ്. 8, 9 മുഴുവനും അത്ഭുതമാണ്. 9-ന്റെ അവസാനത്തിൽ വീണ്ടും പറയുകയാണ്, അവൻ അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചും. അപ്പോൾ ഇവിടെ എല്ലാം കാണുന്ന ഒരു അവസ്ഥ, യേശു സിനഗോഗുകളിൽ പഠിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പോൾ യേശു സിനഗോഗിൽ പഠിപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം ഭയങ്കരമായിട്ട് അതിനെക്കുറിച്ച് വളരെ വ്യത്യസ്തമായി ചിന്തിക്കണം. യേശു ഗലീലയിലെ മറ്റ് സ്ഥലങ്ങളിൽ പഠിപ്പിച്ച മാതിരിയല്ല സിനഗോഗിൽ പഠിപ്പിക്കുന്നത്. സിനഗോഗ് ആര് പഠിക്കാനുള്ള സ്ഥലമാണ്? ആര് പഠിക്കുന്ന സ്ഥലമാണ്? യഹൂദർ പഠിക്കുന്ന സ്ഥലമാണ്. യഹൂദരുടെ എന്ത് പഠിപ്പിക്കുന്ന സ്ഥലമാണ്? തോറ, അവരുടെ നിയമം പഠിപ്പിക്കുന്ന സ്ഥലമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ശ്രദ്ധിക്കണേ, ഒന്ന് കൈവീശി കാണിച്ച് ഒന്ന് സ്തുതിച്ചേ, പരിശുദ്ധാത്മാവേ ശാല. വലിയൊരു കാര്യം മനസ്സിലാക്കാൻ പോവുകയാണ്. സംശയങ്ങളുണ്ടാകും, സംശയങ്ങൾ ഉണ്ടാകണം. ആ സംശയത്തിൽ നിന്നാണ് പിന്നീട് അടുത്ത പോയിന്റിലേക്ക് നമ്മൾ വരുന്നത്. അതുകൊണ്ട് സംശയം ഉണ്ടായെന്ന് വിചാരിച്ച് വിഷമിക്കൊന്നും വേണ്ട. സാവധാനം സംശയങ്ങൾ മാറും. ഇനി മാറുന്നില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് നേരിട്ട് വരാം,
കുറിപ്പ് തരാം. അതൊക്കെ ഞാൻ വ്യക്തിപരമായോ അല്ലാണ്ടോ സഹായിക്കാം. വലിയൊരു കാര്യമാണ് ഇപ്പം നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അവൻ അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചു. അവൻ അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചു എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ സിനഗോഗിൽ സാധാരണഗതിയിൽ വേറെ ഒരു റബ്ബായി പഠിപ്പിക്കുന്നുണ്ട്, ഇല്ലേ? അവരുടെ റബ്ബായിമാർ പഠിപ്പിക്കുന്ന സ്ഥലമാണ് സിനഗോഗ്. യഹൂദരുടെ പ്രബോധന സ്ഥലമാണ് സിനഗോഗിൽ ചില ഭാഗങ്ങൾ. അപ്പോൾ ഉദാഹരണത്തിന് ഒരു റബ്ബായി പഠിപ്പിക്കുകയാണ്, നിങ്ങൾ നിയമം പാലിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ശിക്ഷിക്കപ്പെടും. നിങ്ങൾക്കറിയില്ലേ, നിയമാവർത്തന പുസ്തകത്തിൽ, മോശയുടെ പുസ്തകത്തിൽ, സംഖ്യയുടെ പുസ്തകങ്ങളിൽ സാബത്ത് ആചരിക്കുന്നതിനെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ. സാബത്ത് ആചരിക്കുന്നതിന് 150 നിയമങ്ങളുണ്ട്. മനസ്സിലായോ? മനസ്സിലായി. ഏതെങ്കിലും ഒരു നിയമം ലംഘിക്കുകയാണെങ്കിൽ എല്ലാം ലംഘിച്ചതിന് തുല്യമാണ്. സാബത്ത് ദിവസം വിറക് വിറക്കാൻ പാടില്ല, അടുപ്പിൽ തീ കൂട്ടാൻ പാടില്ല, ചെരുപ്പെടുക്കാൻ പാടില്ല, സാബത്ത് ദിവസം പുല്ല് പറിക്കാൻ പാടില്ല, സാബത്ത് ദിവസം മുറ്റമടിക്കാൻ പാടില്ല, സാബത്ത് ദിവസം വീട് തൂക്കാൻ പാടില്ല. ഇങ്ങനെ 150 നിയമങ്ങളുണ്ട് സാബത്തിന്. അമേരിക്കയിലെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ ഞാൻ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു നേഴ്സാണ്. അപ്പോൾ അവൾ പറയാണ്, അവളുടെ അടുത്ത വീട്ടിൽ ഒരു യഹൂദ നേഴ്സാണ് ജോലി ചെയ്യുന്നത്. ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യണതാണ്. ഒരു ദിവസം ഞായറാഴ്ച ഈ യഹൂദ കുടുംബത്തിൽ അവരുടെ കൊച്ചിന് ഇലക്ട്രിക് ഷോക്ക് അടിച്ചു. എവിടെയോ പോയി കൈയിട്ട് ഇലക്ട്രിക് ഷോക്ക് അടിച്ചു. ആ കൊച്ച് കിടന്ന് പിടയ്ക്കുകയാണ്. അവൾ അവിടെ നിന്ന് ഓടി ഇവിടെ വന്നിട്ട് ഇവളോട് പറയാണ്, നീ ഒന്ന് വേഗം വന്നാൽ സ്വിച്ച് ഓഫ് ചെയ്യും. അപ്പം അവൾ പറഞ്ഞു, എൻ്റെ മോളും മരിക്കാൻ പോണു. അപ്പം അവൾ ചോദിച്ചു, നിനക്ക് ഓഫ് ചെയ്തൂടെ? ഇല്ല, ഇന്ന് സാബത്താണ്, ഞങ്ങൾ സ്വിച്ച് ഇടാനോ ഓഫ് ചെയ്യാനോ പാടില്ല, ഞങ്ങളുടെ നിയമം അതിനെ അനുവദിക്കുന്നില്ല. മനസ്സിലാക്കണം. ഇത് നമ്മൾ അവരെ കുറ്റം പറയല്ല, അവരുടെ കർക്കശത. നിയമത്തെ കൃത്യമായി പാലിച്ചാൽ മാത്രമേ നീതീകരിക്കപ്പെടുകയുള്ളൂ എന്ന ഒരു അവസ്ഥയിലാണ് അവർ. ഇപ്പം ഇതല്പം വിപുലമായിട്ട് പോകാൻ കേട്ടോ, എന്നോട് നിങ്ങൾ ക്ഷമിക്കണം, അത് പോണമാതിരി അങ്ങ് പോട്ടെ. ഇപ്പോൾ വരികയാണ്. ഈശോ പറഞ്ഞു, 23-ാം അധ്യായം മത്തായി 23, ഈ ഫരിസേയരെ കുറിച്ചുള്ള ക്രിട്ടിക്കലായിട്ട് ഈശോ പറഞ്ഞ ഒരു അധ്യായമാണ്. അവരെന്തെല്ലാം കാപട്യമാണ്, കൃത്യമായിട്ട് പറയുകയാണ്, കപടനാട്യക്കാരെ. കപടത എന്ന് പറയണത് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ മനസ്സിലേക്ക് വരികയാണ്. പുറമേവ അവർ ഒന്ന് കാണിക്കും, അകമേവ അവർ വേറൊന്നാണ്. ഒരു ഡ്യുവൽ പേഴ്സണാലിറ്റിയാണ്. ആ അർത്ഥത്തിലാണ് ഈശോ പറയണത്. സൂക്ഷിക്കണം കേട്ടോ, ഈ വാക്ക് ഉപയോഗിക്കുമ്പോൾ. ഈശോ പറഞ്ഞതുകൊണ്ട് പറയാണ്. ഞാൻ ഒരിക്കലും പറയാറില്ല എന്താ ഈശോ പറഞ്ഞത്, വെള്ളയടിച്ച കുഴിമാടങ്ങളെ എന്ന് പറയുന്നത് അവരുടെ കപടതയെ, അതായത് ഫാരിസി നേച്ചറിലുള്ള കപടതയാണ്. ഫരിസേയൻ നേച്ചറിൻ്റെ ഒരു അവസ്ഥ. പുറമേവ അവർ എല്ലാം നന്നായിരിക്കും, പക്ഷെ അകമേവ അവർ അവരുടേതായ വേറൊരു ലോകത്തിലാണ്. പുറമേവ അവരെല്ലാവരും. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിലാണ് 23-ാം അധ്യായത്തിൽ 5-ാമത്തെ വചനം കേട്ടോ. 23-ാം അധ്യായം. മറ്റുള്ളവർ കാണുന്നതിന് വേണ്ടിയാണ് അവർ തങ്ങളുടെ പ്രവർത്തികളെല്ലാം ചെയ്യുന്നത്. അവർ തങ്ങളുടെ നെറ്റിപ്പട്ടകൾക്ക് വീതിയും വസ്ത്രത്തിൻ്റെ തൊങ്ങലുകൾക്ക് നീളവും കൂട്ടുന്നു.
ഇതാണ് ബൈബിൾ പഠിക്കണമെന്ന് പറയണത്. നെറ്റിപ്പട്ടം, അവർക്ക് നെറ്റിപ്പട്ടമുണ്ട്. നമ്മൾക്ക് മലയാളത്തിൽ നെറ്റിപ്പട്ടം എന്ന് പറഞ്ഞാൽ ആകെ ഒന്നേ അറിയുള്ളൂ. എന്താണ് നെറ്റിപ്പട്ടം? ആനയുടെ നെറ്റിപ്പട്ടം. അപ്പോൾ ഇതാണ്. അപ്പം ഇനി ഇത് മനസ്സിലാക്കാൻ വേറെ ഏതെങ്കിലും ഒരു ഭാഷയിൽ നോക്കണം. അതുകൊണ്ടാണ് നിങ്ങൾക്ക് 2-3 ഭാഷ ബൈബിൾ ഉണ്ടായിരിക്കണം. മനസ്സിലായോ? അപ്പോൾ ഇംഗ്ലീഷ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് ഇതാണ്: they have broadened their phylacteries. ഫിലാക്ടറീസ്, നെറ്റിപ്പട്ടത്തിന് അവർ പറയും. നെറ്റിപ്പട്ടം എന്നിവിടെ ഉദ്ദേശിക്കുന്നത് യഹൂദര്, ഫരിസയര്, പ്രത്യേകിച്ച് ഇത്തിരി ഫനാറ്റിക് ഫരിസയര്, സദ്ദൂസീസ്, ഇവരെല്ലാം 10 കൽപ്പനകൾ തോറ ഒരു പെട്ടി, ഇതുപോലെ ഒരു ചെറിയ പെട്ടിക്കകത്ത് ഈ കൽപ്പനകൾ എഴുതി അത് അവരുടെ നെറ്റിയിൽ കെട്ടിവെക്കും. അവരാണ് ഇങ്ങനെ കെട്ടിവെച്ചിട്ടുണ്ടാവും. അത് ഹോളി ലാൻഡിൽ പോകുന്ന ആളുകൾക്ക് കാണാൻ പറ്റും. ഇല്ലെങ്കിൽ യൂട്യൂബിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്യും എന്താണ് ഫിലാക്ടറീസ്. ഇനി ഒന്ന് വായിച്ചേ. അവർ തങ്ങളുടെ നെറ്റിപ്പട്ടകൾക്ക് വീതിയും വസ്ത്രത്തിന്റെ തൊങ്ങലുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അച്ഛന്മാരിടുന്ന സ്റ്റോള് പോലെ അത്രയും വീതിയില്ല, ഒരു 1 ഇഞ്ച് വീതിയിൽ 10 നൂലുകളുണ്ടാവും അതിനകത്ത്. അത് ഇവരുടെ കുപ്പായത്തിൻ്റെ അകത്ത് ഉണ്ടാകും. അതിന് നീളം ഇങ്ങനെ കൂട്ടും അവർ. ചിലപ്പോൾ അതിങ്ങനെ നിലത്ത് അഴയുന്നുണ്ടാവും. ഇപ്പോഴെല്ലാം നമ്മൾ ഫോറിനിലൊക്കെ പോകുന്ന ആളുകൾക്കറിയാം, ഫ്ലൈറ്റിലൊക്കെ യഹൂദരെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഒന്ന്, അവരുടെ ഈ മുടി ഇങ്ങനെ നീട്ടുണ്ടാവും. 2, ഈ തൊങ്ങലുകൾ അവരിപ്പോൾ ഈ പാൻറ്റിൻ്റെ ബെൽറ്റുമ്മ കെട്ടി ഇങ്ങനെ താഴെ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ ഒന്ന് വായിച്ചേ. അവരവരുടെ നെറ്റിപ്പട്ടങ്ങൾക്ക് വീതിയും വസ്ത്രത്തിന്റെ തൊങ്ങലുകൾക്ക് നീളവും കൂട്ടി ഇങ്ങനെ പൊതുസ്ഥലത്തൊക്കെ നിൽക്കും. ഞങ്ങള് നിയമജ്ഞരാണ്. മനസ്സിലായോ? വിരുന്നുകളിൽ പ്രമുഖ സ്ഥാനവും സിനഗോഗുകളിൽ പ്രധാന പീഠവും നഗരവീഥികളിൽ അഭിവാദനവും ഇഷ്ടപ്പെടുന്നു. റബ്ബി എന്ന് സംബോധന ചെയ്യപ്പെടാനും ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇതൊരു ചെറിയ പെട്ടിയാണ്. അതുകൊണ്ടാണ് അവരുടെ നെറ്റിപ്പട്ടം കുറച്ചും കൂടി വലുതാക്കി. അതിൻ്റെ സാരാംശം ഇതാണ്: അവർ നിയമജ്ഞരാണ്. എന്തുകൊണ്ടാണ്? നിയമം അവരുടെ തലയിലുണ്ട്. ഇത്രയ്ക്ക് ഒരു ഫനാറ്റിക് അപ്രോച്ചാണ്. കാരണം മോശയുടെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, നിയമം നിങ്ങളുടെ തലയിലുണ്ടായിരിക്കണം, നിങ്ങൾ ധരിക്കണം, നിങ്ങളുടെ നെഞ്ചത്തുണ്ടാകണം എന്നെല്ലാം പറയണതിന് ആന്തരിക അർത്ഥം മനസ്സിലാക്കാതെ അവരതിൻ്റെ അക്ഷരാർത്ഥത്തിൽ അവരുടെ നെറ്റിപ്പട്ടങ്ങൾക്ക് വീതി കൂട്ടി. ദേ ഹാവ് ബ്രോഡൻഡ് ദെയർ ഫിലാക്ടറീസ്, ലെങ്തൻ ദെയർ ടാസൽസ്. അവരുടെ ഈ സ്റ്റാളിൽ നീളം കൂട്ടി. കാരണം ഞങ്ങൾ 10 കൽപ്പനകളും ധരിച്ചിരിക്കുന്നവരാണ്. അത് ഞങ്ങളുടെ നെറ്റിയിലുണ്ട്. എന്നിട്ട് അവരിങ്ങനെ ഗമയോടെ നടക്കും. ഞങ്ങൾ നിയമജ്ഞരാണ്. അവർ സിനഗോഗിൽ ഒരു റബ്ബായി വരും. അപ്പം അങ്ങനെ ഇതെല്ലാം കെട്ടിയിട്ട് ഒരു റബ്ബായി അവിടെ പഠിപ്പിക്കുകയാണ്. നിങ്ങൾക്കറിയോ, നിയമമനുസരിച്ച് സാബത്ത് ദിവസം ഇന്നതെല്ലാം ചെയ്യുന്നത് തെറ്റിയാൽ ശിക്ഷയാണ്. ആളുകളൊക്കെ വിറച്ചിരിക്കുകയാണ്. പാവപ്പെട്ടവരുണ്ട്. എന്നിട്ട് ഇദ്ദേഹം പറയാണ് ഉദ്ദേശിച്ചോ, ഇദ്ദേഹം പറയാണ്. അപ്പോൾ നമ്മളുടെ ഈ ലോ കോളേജിലൊക്കെ ലോ പഠിപ്പിക്കുന്ന മാതിരിയൊക്കെ തന്നെയാണ്. ലോ കോളേജിൽ ലോ പഠിപ്പിച്ചാൽ നിയമവും ശിക്ഷയുമാണ് പഠിക്കുന്നത്. അതാണ്. ഇവിടെ ലോയേഴ്സ് ആരെങ്കിലും ഉണ്ടോ? കണ്ടോ? ആരുമില്ല. പ്രൈസ് ദി ലോർഡ്. കാരണം അവർക്കങ്ങനെ പെട്ടെന്ന് നമ്മുടെ നിയമം മനസ്സിലാവില്ല. അത് വാസ്തവമാണത്. ഒരിക്കൽ ഈ 5 ദിവസത്തെ ധ്യാനം കഴിഞ്ഞിട്ട് ഒരാൾ വന്നിട്ട് പറഞ്ഞു, ബ്രദറെ എനിക്കൊന്നും മനസ്സിലായില്ല. ഉടനെ ഞാൻ ചോദിച്ചു, നിങ്ങളൊരു ലോയറാണോ? അതെങ്ങനെ മനസ്സിലായി? ലോയർക്ക് ഈ കർത്താവിൻ്റെ നിയമം മനസ്സിലാവില്ല. അത് ഭയങ്കര രസമാണ്. കാരണം
കർത്താവിൻ്റെ നിയമം മുഴുവനും ക്ഷമയുടെ നിയമം. ക്ഷമിക്കാനാണ് പറഞ്ഞത്. ക്ഷമിക്ക് ക്ഷമിക്ക് ക്ഷമിക്ക്. എത്ര പ്രാവശ്യം? 7 പ്രാവശ്യം അല്ലെ 70 പ്രാവശ്യം. അവരുടെ നിയമത്തിൽ ക്ഷമ എന്നുള്ള വാക്ക് ഇല്ല. ഇപ്പം നമ്മളുടെ ലീഗൽ സ്ട്രക്ചർ നോക്ക്. ഏതെങ്കിലും പോലീസിന് ക്ഷമിക്കാൻ നിയമമുണ്ടോ? ഏതെങ്കിലും ജഡ്ജിക്ക് ക്ഷമിക്കാൻ നിയമമുണ്ടോ? ഏതെങ്കിലും വക്കീൽ ക്ഷമിക്കാൻ വേണ്ടി വാദിക്കുന്നുണ്ടോ? ഞാൻ ആരെങ്കിലും ലോ കോളേജിൽ പോകാമെന്ന് പറഞ്ഞാൽ എൻ്റെ മോളെ ചതിക്കല്ലേ, നിൻ്റെ ജീവിതം പാഴാവും എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതവുമായിട്ട് അതിന് യാതൊരു ബന്ധമില്ല എന്ന് മാത്രമല്ല, നമ്മുടെ വിശ്വാസത്തിന് എതിരാണത്. ഇതൊക്കെ പുതിയ കണ്ടുപിടുത്തങ്ങളാണ്. അപ്പോൾ അങ്ങനെ ലോയിൽ എക്സ്പെർട്ടായിട്ടുള്ള ആളുകളോട് സംസാരിച്ചാൽ വെറുതെ വാഗ്വാദത്തിന് പോകണമല്ലാണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും അവർ എഗ്രി ചെയ്യണമെന്നില്ല എന്ന് വിചാരിച്ച് എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല കേട്ടോ. പക്ഷെ അതിൻ്റെ ഒരു ലഘൂണ പറയാണ്. അപ്പോൾ എന്ന മാതിരിയാണ് നിയമവും ശിക്ഷയും. അപ്പോൾ ഈ റബ്ബായി പഠിപ്പിക്കുകയാണ്, നിങ്ങൾക്കറിയില്ലേ സംഖ്യയുടെ പുസ്തകത്തിൽ സാബത്ത് ദിവസം ഒരാൾ വിറക് പെറുക്കാൻ പോയി. 15-ാം അധ്യായത്തിൽ പിടിക്കണ്ട അയാളെ. അപ്പോൾ പറഞ്ഞു വരുന്നത്, ലോ പഠിപ്പിക്കുമ്പോൾ ഇന്ന ഹൈക്കോടതിയിൽ ഇന്ന കേസിന് ഇന്ന സംഭവത്തിന് ഇന്ന വിധിയുണ്ടായി ഇല്ലേ, അതനുസരിച്ച് ഇത് ഇങ്ങനെ വേണം എന്ന് നമ്മൾ വാദിക്കില്ലേ. എന്ന മാതിരിയാണ് ഈ റബ്ബായി വാദിക്കുകയാണ്. ഇന്ന കേസിൽ, ആരുടെ കേസ്? മോശയുടെ കാലത്തൊരു കേസ്. സംഖ്യയുടെ പുസ്തകത്തിൽ ഒരാൾ സാബത്ത് ദിവസം വിറക് പെറുക്കാൻ പോയി. 2 പേര് കണ്ടു. കണ്ടാലോ, കണ്ട ഉടനെ പിടിച്ചോളണം. അവർ സാക്ഷികളാണ്. 2 സാക്ഷികളുണ്ടെങ്കിൽ ഇവനെ ഇനി കല്ലെറിയാം, ഇവനെ കൊല്ലാം, ഇവനെ ശിക്ഷ നടപ്പാക്കാം. അപ്പോൾ ആ 2 സാക്ഷികൾ സഹിതം അവനെ അധികാരികളുടെ അടുത്ത് കൊണ്ടുവന്നു. അധികാരികൾ പറഞ്ഞു, സംഖ്യ 15 എപ്പോഴെങ്കിലും സൗകര്യമുള്ളപ്പോൾ വായിച്ചോട്ടോ. വായിച്ചാൽ ഉടനെ മനസ്സിലാകാൻ പോണത് എന്താണ് ദൈവം കരുണയെന്ന് പറയണമെന്നതിൻ്റെ അർത്ഥമെന്ന് മനസ്സിലാക്കി. അവിടെ എഴുതിയിരിക്കുകയാണ്, അധികാരികൾ പറഞ്ഞു, അയ്യോ നീ ദൈവത്തിൻ്റെ വിശുദ്ധമായ നിയമത്തെ ലംഘിച്ചു, നീ സാബത്ത് ലംഘിച്ചു, സാബത്ത് അശുദ്ധമാക്കി, ഇത് വലിയ തെറ്റാണ് നീ ചെയ്തത്, ഇതിന് എന്തോ ഒരു വലിയ ശിക്ഷയാണുണ്ടെന്ന് അറിയോ നിനക്ക്? ഇത് ഞങ്ങളുടെ അധികാര പരിധിയിലല്ല, മേലധികാരികളുടെ അടുത്ത്, അതായത് ഹൈക്കോടതിയിൽ പോകണം. എന്നിട്ട് ഇയാളെ ഹൈക്കോടതി മേലധികാരികളുടെ അടുത്ത് കൊണ്ടുപോയി. മേലധികാരികൾ ആരാണ്? മോശയും അഹ്റോനുമാണ്. മോശയും അഹ്റോനും ഇത് കേട്ടിട്ട് ആശ്ചര്യപ്പെട്ടു. എന്താ ഈ പറയണേ? സാബത്ത് ദിവസം വിറക് പെറുക്കുന്നു, എന്തോ ഒരു വലിയ ലംഘനമാണ് നീ ചെയ്തത്. കർത്താവിൻ്റെ വിശുദ്ധമായ സാബത്ത് അശുദ്ധമാക്കിയിരിക്കുന്നു. അവർ പ്രാർത്ഥിച്ചിട്ട് ശിക്ഷ പറഞ്ഞത് ഇതാണ്, ഇവനെ പുറത്തു കൊണ്ടുപോയി കല്ലെറിഞ്ഞ് കൊല്ലുക. ഇപ്പോ നിങ്ങൾ കേട്ടല്ലോ, ഈ റബ്ബായി പഠിപ്പിക്കാൻ അധികാരമുള്ള ആളാണ് ഇയാൾ, നിയമം തലയിലുള്ള ആളാണേ. അതുകൊണ്ട് ഈ റബ്ബായി പഠിപ്പിക്കാൻ അധികാരമുള്ള ആളാണ്. അയാൾ പറയാണ്, നിങ്ങൾ കേട്ടല്ലോ സംഖ്യയുടെ പുസ്തകത്തിൽ സാബത്തിൽ വീഴ്ച വരുത്തിയതിനെ കല്ലെറിഞ്ഞു കൊന്നു എന്ന പോലെ നിങ്ങളാരെങ്കിലും സാബത്ത് ദിവസം ഇന്നതെല്ലാം ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ശിക്ഷ കിട്ടും. ഇങ്ങനെ ഇയാളുടെ ക്ലാസ് കഴിഞ്ഞു. അടുത്തത് ഇനി അടുത്ത ദിവസം പഠിപ്പിക്കാം എന്ന് പറഞ്ഞ് ഇയാൾ പോയി. ഈ ആളുകളൊക്കെ വിറങ്ങലിച്ചിരിക്കുകയാണ് ഇത് കേട്ടിട്ട് ഇല്ലേ. സാബത്ത് ദിവസം വിറക് പിറക്കിയാൽ അവനെ കല്ലെറിഞ്ഞ് കൊല്ലും. ഇപ്പോൾ നമ്മുടെ പുതിയ റബ്ബായി രംഗപ്രവേശം ചെല്ലുകയാണ്. ആരാണത്? ഈശോ. ഇനി നിങ്ങൾ നോക്കണം, മത്തായി 5-ാം അധ്യായത്തിൽ പറഞ്ഞേക്കണ ഒരു ഭാഷ. ഈശോ വന്നിട്ട് പറയാണ്, നിങ്ങൾ കേട്ടില്ലേ, എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു. കണ്ടോ,
ഒരു ശൈലി കണ്ടോ? ഒരുപാട് സ്ഥലത്ത് ഈശോ പറയുന്ന ശൈലി എന്താണ്? നിങ്ങൾ കേട്ടില്ലേ, എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു. നിങ്ങൾ കേട്ടില്ലേ, പല്ലിന് പകരം പല്ല്, കണ്ണിന് പകരം കണ്ണ്, എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരു ചെകിടത്തടിച്ചവനെ, വലത് ചെകിടത്തടിച്ചവനെ, അല്ലെങ്കിൽ വലത് കരണത്തടിച്ചവന് ഇടത് കരണം കാണിച്ചു കൊടുക്കുക. ഇതിൻ്റെ അർത്ഥം അറിയോ? എന്താണ് വലത് കരണത്തടിക്കുക എന്ന് പറഞ്ഞാൽ? ഫ്രാൻസിസ് അല്ലേ, വന്നേ, തനിക്കൊരു ചാൻസ് തരാം എൻ്റെ ഒന്ന് ചെകിട്ടത്തടിക്കാൻ. ഓക്കെ, ഇദ്ദേഹം ഒന്ന് സാധാരണഗതിയിൽ എന്നെ ഒന്ന് ചെകിട്ടത്തടിച്ചേ. സാധാരണ ചെകിട്ടത്തടിക്കാനേ വേണ്ട. അല്ലെങ്കിൽ എൻ്റെ ഇവിടെ പറഞ്ഞേക്കണ എന്താ? വലത് വശത്ത് അടിക്കണം. എൻ്റെ വലത് വശത്തുനിന്ന് അടിച്ച് ഇതുണ്ടോ? ഇപ്പം എവിടെ അടിച്ചെന്ന് നോക്കിയേ. ഇത് വലതുവശമാണോ? ഇത് വലതുവശമാണോ? വലതുവശമല്ല. മനസ്സിലായോ? അതാണ് വായിക്കും. ഒന്നുകൂടി നോക്കിയേ, എവിടെ അടിക്കാനോ പറഞ്ഞു? വലതുവശമാണോ? ഇദ്ദേഹം വലത് കൈ കൊണ്ട് അടിക്കുകയാണെങ്കിൽ വലത് വശത്ത് അടിക്കാൻ പറ്റില്ല. അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? വലതുവശത്ത് അടിക്കുന്നവന് മറ്റേ കരണം കൂടി കാണിച്ചു കൊടുക്കുക. അപ്പോൾ എങ്ങനെ അടിക്കണം? വാസ്തവത്തിൽ ഇടത് കൈ കൊണ്ട് അടിക്കണം. യഹൂദര്, ഫരിസേയര് അടിക്കുന്നത് പാപികളെയാണ്. പാപിനെ തൊടാൻ പോലും പാടില്ല. അതുകൊണ്ട് അവനെ ശിക്ഷിക്കുമ്പോൾ തന്നെ വലത് കൈ പോലും ഉപയോഗിക്കില്ല. അവർ ഇടത് കൈ കൊണ്ടേ ഉപയോഗിക്കുള്ളൂ. ഇടത് കൈ അശുദ്ധമായ കൈയാണ്. ആ അർത്ഥത്തിലാണ് വലത് കരണത്ത് അടിച്ചവനെ എന്ന് പറയുന്നത്. കണ്ടോ, ഇതാണ് വലത് കരണത്ത് അടി. വലത് കരണത്ത് എങ്ങനെയാണ് അവരടിക്കുന്നത്? ഇടത് കൈ കൊണ്ട് അടിക്കുന്നത്. കാരണം അവൻ പാപിയാണ്. അവന് വലത് കൈ കൊണ്ട് തൊടാൻ പാടില്ല. അവന് ഇടത് കൈ കൊണ്ടേ അടിക്കാൻ പാടുള്ളൂ. ഇത്രയ്ക്ക് വരെ, താങ്ക് യു. അപ്പോൾ ഇത്രയ്ക്ക് വരെ അവിടെ പറയുന്നുണ്ട്. നിങ്ങൾ കേട്ടില്ലേ, കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്, എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പോൾ ഈശോ സിനഗോഗുകളിൽ പഠിപ്പിച്ചതെല്ലാം അവർ പഠിപ്പിക്കുന്നതിനെ, ആ പഴയ സിദ്ധാന്തത്തിനെ പുതുക്കുന്ന പുതിയ സിദ്ധാന്തമാണ്. അതുകൊണ്ടാണ് ഇവർക്ക് യേശുവിനോട് ഭയങ്കര വഴക്കും, യേശുവിനെ കല്ലെറിയാനും പല പ്രാവശ്യം മുന്തിയിടാനൊക്കെ ശ്രമിക്കുന്നത്. പക്ഷെ യേശുവിന് അത് പഠിപ്പിക്കാതിരിക്കാൻ പറ്റില്ല. യേശു വന്നിരിക്കുന്നത് ഈ പുതിയ വീഞ്ഞ് കൊണ്ടുവരാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ സിനഗോഗിൽ ഇപ്പോൾ ഈ റബ്ബായി പഠിപ്പിച്ചു കഴിഞ്ഞു. കണ്ടില്ലേ, സാബത്ത് ദിവസം നിങ്ങൾ വിറക് പിറക്കാണെങ്കിൽ നിങ്ങൾക്കെല്ലാം അതുപോലെ ആയിരിക്കും എന്ന് കേട്ടപ്പോൾ, നിങ്ങൾ കല്ലെറിഞ്ഞ് കൊല്ലുമെന്ന് കേട്ടപ്പോൾ ഈ പാവപ്പെട്ട മനുഷ്യരെല്ലാം അവരുടെ ഹൃദയം എന്തായിരിക്കും? അവരുടെ ഹൃദയം ഈ പശ്ചാത്തലത്തിലാണ് ഈശോ പറയുന്നത്, ഈ നിയമങ്ങൾ 10 കൽപ്പനകളെ 813 കൽപ്പനകളാക്കുകയും അത് പ്രാവർത്തികമാക്കാൻ നിങ്ങൾ അധ്വാനിക്കുന്നവരും, അത് പ്രാവർത്തികമാക്കാൻ പറ്റാത്തത് കൊണ്ട് ആ നിയമം മൂലമുള്ള ശാപവും അതിൻ്റെ ഭാരവും വഹിക്കുന്നവരും, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളുടെ ആ ഭാരം ഏറ്റെടുക്കാം. എൻ്റെ നുകം വഹിക്കാൻ എളുപ്പമാണ്. ഇങ്ങനെ നമ്മൾ ആ വചനത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ ഒരു 20 വർഷം പ്രഘോഷിച്ചത് മുഴുവനും അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എൻ്റെ അടുക്ക വരും, നിങ്ങളുടെ കുടുംബത്തിലെ ഭാരം, മക്കളുടെ കല്യാണം നടക്കാത്ത ഭാരം, ജോലിയില്ലാത്ത ഭാരം, കഷ്ടപ്പാടിൻ്റെ ഭാരം, ഈ ഭാരങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഈ ദൈവത്തിൻ്റെ ജ്ഞാനവും ഈ പുതിയ വീഞ്ഞിൻ്റെ അർത്ഥവും മനസ്സിലായപ്പോഴല്ലേ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എൻ്റെ അടുക്കൽ വരുവിൻ എന്ന് പറയുന്നത്. മനുഷ്യവംശം
അവരുടെ പാപത്തിൽ നിന്നും സ്വയം വിമോചനം കിട്ടാൻ വേണ്ടി ഫരിസേയ നിയമപ്രകാരം സ്വയം അധ്വാനിക്കുകയാണ്. എന്നിട്ട് സാധിക്കാത്തത് കൊണ്ട് ആ പാപഭാരം ചുമക്കുന്നു. ആ പാപഭാരം ചുമക്കുന്നവരെ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ. ഞാൻ വന്നിരിക്കുന്നത് അത് ഏറ്റെടുക്കാനാണ്. ഇത് സിനഗോഗിൽ ഇത് പറഞ്ഞപ്പോൾ അവിടെ ഇരിക്കുന്ന ആളുകളെല്ലാം അത്ഭുതപ്പെട്ടു. ഇതെന്താ ഈ കേൾക്കണേ? ഇതൊരു പുതിയ വാർത്തയാണല്ലോ. ഒരാള് നമ്മുടെ പാപം ഏറ്റെടുക്കുന്നു. അപ്പോൾ ഒരാൾ എഴുന്നേറ്റ് ക്വസ്റ്റ്യൻ ചെയ്തു, അതെങ്ങനെയാ? കൽപ്പന അനുസരിക്കണ്ടേ? കൽപ്പന അനുസരിച്ചില്ലെങ്കിൽ ശിക്ഷ കിട്ടും എന്നുള്ളത് മോശ പറഞ്ഞിട്ടുള്ളതാണല്ലോ. അപ്പോൾ ഈശോ പറഞ്ഞു, ഇങ്ങനെയും പറഞ്ഞിട്ടുണ്ടല്ലോ, നിന്റെ പാപം കടുംചുമപ്പാണെങ്കിലും ഞാൻ അവയെല്ലാം തൂവെള്ള പോലെയാക്കും. അത് ഞാനാണത്. അപ്പോഴാണ് അവരെല്ലാവരും, എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കണോ? കേട്ടോ, എൻ്റെ ആടുകൾ ഫരിസേയന്റെ സ്വരം ശ്രവിക്കില്ല. എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു. അവർ എൻ്റെ പിന്നാലെ വരുന്നു. ഇതാണ് പുതുവീഞ്ഞ്, ഇതാണ് ദൈവനീതി. ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ഇത് സിങ്കായി കഴിഞ്ഞാൽ, ഇത് നമ്മുടെ അകത്തങ്ങ് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ ഈ അധ്യായങ്ങളുടെ എല്ലാം വ്യാഖ്യാനം കംപ്ലീറ്റ് വേറെയാണ്. അതുകൊണ്ടാണ് ഈശോ മലയിലെ പ്രസംഗത്തിൻ്റെ അവസാനത്തിൽ പറഞ്ഞത്, എൻ്റെ ഈ വചനങ്ങൾ കേൾക്കുകയും അതനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യനായിരിക്കും. കാറ്റ് വന്നു, മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു. എങ്കിലും അത് വീണില്ല. എന്തുകൊണ്ടെന്നാൽ അത് പാറമേൽ സ്ഥാപിതമായിരുന്നു. വീണ്ടും എന്താണ് ഈ പാറ? എന്താണ് ഈ പാറ? അതാണ് നിന്നെ വെട്ടിയെടുത്ത പാറയിലും നിന്നെ കുഴിച്ചെടുത്ത ഖനിഗർഭത്തിൽ നോക്കുവിൻ. പാറമേൽ ഭവനം പണിയണം. യേശുക്രിസ്തുവിലൂടെ വന്നിരിക്കുന്ന വിശ്വാസം, അതാണ് പാറ. യേശുക്രിസ്തുവിലൂടെ വന്നിരിക്കുന്ന വിശ്വാസം. അതിനു മുമ്പ് ഫരിസേയരും നിയമജ്ഞരും ഞങ്ങളുടെ അബ്രാഹത്തിൻ്റെ മക്കളാണെന്നും ഞങ്ങളുടെ മോശയുടെ ആളുകളാണെന്നും ഒക്കെ പറയുന്നുണ്ടെങ്കിലും മോശ പറഞ്ഞ കാര്യങ്ങൾ തന്നെ അവർ അക്ഷരാർത്ഥത്തിൽ ചെയ്യുന്നു, അതിൻ്റെ ആത്മീയ അർത്ഥത്തിൽ ചെയ്യുന്നില്ല. അതാണ് അവരുടെ നെറ്റിപ്പട്ടങ്ങൾക്ക് വീതി കൂട്ടിയും തോങ്ങലുകൾക്ക് നീളം കൂട്ടിയും അക്ഷരാർത്ഥത്തിലൊക്കെ ചേടും. പക്ഷെ അതിൻ്റെ ആത്മീയ അർത്ഥം അവർ മനസ്സിലാക്കുന്നില്ല. ശാബത്ത് വിറവിറക്കരുത്, കൊന്നുകളയും. അതുകൊണ്ടാണ് ഈശോ മനഃപൂർവ്വം ശാബത്ത് ദിവസം ഒരുപാട് സംഭവങ്ങൾ നടത്തിയിരുന്നത്. ഓക്കെ, ഇനി വരാൻ പോണത് വളരെ റിസ്ക് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. സംശയം ഉണ്ടാകാൻ എല്ലാ സാധ്യതകളുണ്ട്. അതുകൊണ്ട് ആദ്യം ഒന്ന് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കും. പരിശുദ്ധാത്മാവേ സഹായിക്കണേ, പരിശുദ്ധാത്മാവേ സഹായിക്കണേ. ഓക്കെ, ഈ 5-ാം അധ്യായത്തിലെ ഏറ്റവും വിസ്മയാവഹമായതും നമ്മൾക്കൊന്നും ഈ പദ്യം ഇന്നേവരെ മനസ്സിലാകാത്തൊരു പോയിൻ്റാണ്. എനിക്ക് അടുത്തിടയ്ക്ക് മനസ്സിലായത്
17, 18, 19 അല്ല 17 അത് മുതലെടുത്തോ. 17, 18, 19 5, 17, 18, 19. നിയമത്തെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കാനാണ് ഞാൻ വന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അസാധുവാക്കാനല്ല, പൂർത്തിയാക്കാനാണ് ഞാൻ വന്നത്. ആകാശവും ഭൂമിയും കടന്നു പോകുന്നതുവരെ സമസ്തവും നിറവേറുവോളം നിയമത്തിൽ നിന്ന് വള്ളിയോ പുള്ളിയോ മാറുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ഇതൊരു ആൻറ്റിസിപ്പേറ്ററി ബെയിൽ മാതിരിയാണ്. അതായത് ഇനി പറയാനുള്ളതെല്ലാം ഒന്ന് കൈവച്ച് കാണിച്ച് ശ്രദ്ധിക്കണേ. ഇനി താഴെ പറയാനുള്ളത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഞാൻ ഈ നിയമമൊന്നും പാലിക്കണ്ടെന്നാണ് പറയണമെന്നോ പാപം ചെയ്യണതിന് ലൈസൻസ് കിട്ടിയെന്നൊക്കെ വിചാരിക്കും. അങ്ങനെയല്ല എന്ന് മുൻകൂട്ടി പറയാണ് ഇല്ലേ. ഞാൻ വന്നിരിക്കുന്നത് നിയമത്തെ അസാധുവാക്കാനല്ല, റദ്ദാക്കാനുമല്ല, മറിച്ച് പൂർത്തിയാക്കാൻ. എന്നിട്ട് വീണ്ടും ഒരു അഫർമേഷൻ, ഈ നിയമത്തിൻ്റെ വള്ളിയോ പുള്ളിയോ പോലും മാറ്റാൻ ഞാൻ സമ്മതിക്കില്ല. അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു ആശങ്ക വേണ്ട. ഇപ്പം ഞാനിത് പറയുമ്പോഴും ഞാൻ ഈ ദൈവനീതിയെക്കുറിച്ച് പറയുമ്പോഴും നമുക്കെല്ലാം ഉണ്ടാകാവുന്ന ഒരു സംശയം, അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഈ ആൾക്കാർ പാപം ചെയ്യാനൊരു ലൈസൻസ് ആവൂലേ, ഇങ്ങനൊരു ചിന്ത നമുക്കുണ്ടാവും. അതുകൊണ്ട് മുൻകൂട്ടി പറയുകയാണ്, കൽപ്പനകൾ പാലിക്കണം. കൽപ്പന പാലിക്കപ്പെടും. എങ്ങനെ പാലിക്കപ്പെടും? ഇപ്പോൾ ഈശോ പറഞ്ഞു ഞാൻ നിയമം പൂർത്തിയാകാനാണ് വന്നിരിക്കുന്നത്. സിമ്പിളായിട്ട് ഞാൻ പറയാണ്, ഈശോ നിയമം മൂലമുള്ള പാപത്തിൽ നിന്ന് നമ്മളെ മോചിപ്പിച്ച് തൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മളിൽ നിറച്ചു കഴിയുമ്പോൾ ദൈവത്തെ സ്നേഹിക്കാനും മനുഷ്യനെ സ്നേഹിക്കാനും ആ വ്യക്തിക്ക് സാധിക്കുകയോ ഇല്ലയോ? അപ്പോൾ അവൻ നിയമം പൂർത്തിയാക്കിയോ ഇല്ലയോ? അപ്പോൾ അവൻ എങ്ങനെ നിയമം പൂർത്തിയാക്കി? അവൻ്റെ ശക്തി കൊണ്ട് പൂർത്തിയാക്കിയോ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ട് പൂർത്തിയാക്കിയോ? ക്ലിയറായോ ഇല്ലയോ? ക്ലിയർ അല്ലേ? അതാണ് അതിൻ്റെ അർത്ഥം. ഞാൻ വന്നിരിക്കുന്നത് റദ്ദാക്കാനല്ല പൂർത്തിയാക്കാനാണ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, ഞാൻ നിങ്ങളുടെ ആ പാപത്തിൻ്റെ മൂലകാരണത്തെ ഞാൻ ഏറ്റെടുക്കും, ഞാൻ നിങ്ങളെ അതിൽ നിന്ന് മോചിപ്പിക്കും. മാത്രമല്ല ഞാൻ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ നിറയ്ക്കും, നിങ്ങളെ പുതിയ ഹൃദയമാക്കും. പിന്നെ നിങ്ങൾക്ക് അപ്പം നമ്മൾ ആ എസെക്കിയേൽ പറഞ്ഞ മാതിരി വരും. എസെക്കിയേൽ നിന്റെ ശിലാഹൃദയം ഞാൻ എടുത്തു മാറ്റും, ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തെളിക്കും, നിങ്ങളുടെ എല്ലാ മാലിന്യങ്ങളിലും നിന്ന് നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടും, സകല വിഗ്രഹങ്ങളിലും നിന്ന് ഞാൻ നിങ്ങളെ നിർമ്മലരാക്കും. ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും, ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിവേശിപ്പിക്കും. നിങ്ങളുടെ ശരീരത്തിൽ നിന്നും ശിലാഹൃദയം എടുത്തു മാറ്റി മാംസല ഹൃദയം നൽകും. എന്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും. നിങ്ങളെ എന്റെ കൽപ്പനകൾ കാക്കുന്നവരും നിയമങ്ങൾ പാലിക്കുന്നവരും ശ്രദ്ധയുള്ളവരും ആക്കും. എങ്ങനെയാക്കും? പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉണ്ടായി കഴിയുമ്പോൾ, പഴയ ഹൃദയം മാറ്റി പുതിയ ഹൃദയമായി കഴിയുമ്പോൾ പിന്നെ നിങ്ങൾക്ക് പഴയത് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ അതിൻ്റെ അവസാനം പറയുകയാണ്, നിങ്ങളെ സകല അശുദ്ധിയിൽ ഞാൻ നിങ്ങളെ മോചിപ്പിക്കും. അതിനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതവിടെ ചേർത്താൽ മതി ഇല്ലേ? 5:17 ഞാൻ വന്നിരിക്കുന്നത് പൂർത്തിയാക്കാനാണ്. നിയമത്തെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കാനാണ് ഞാൻ വന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അസാധുവാക്കാനല്ല, പൂർത്തിയാക്കാനാണ് ഞാൻ വന്നത്. സമാധാനമായോ? ആ ഒരു റിസ്ക് ഉണ്ടോ? ഇപ്പോൾ ഇനി പറയാൻ പോണ ശ്രദ്ധിച്ചോളൂ. ഈ പ്രമാണങ്ങളിൽ എല്ലാവരും ഒന്ന് ഏറ്റു പറഞ്ഞ്, ഈ പ്രമാണങ്ങളിൽ ഏറ്റവും നിസ്സാരമായ ഒന്ന് ലംഘിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ചെറിയവനെന്ന് വിളിക്കപ്പെടും. എന്നാൽ
ശ്രദ്ധിക്കണം, ഇത് വളരെ ട്രിക്കിയാണിത്, വളരെ ട്രിക്കി സിറ്റുവേഷനാണ്. ഇതിൻ്റെ അകത്ത് ഒരു കുടുക്കുണ്ട്, അതഴിക്കാൻ പോവുകയാണ്. ഒന്നും കൂടി ഉച്ചത്തിൽ വായിച്ചേ. ഈ പ്രമാണങ്ങളിൽ ഏറ്റവും നിസ്സാരമായ ഒന്ന് ലംഘിക്കുകയോ ലംഘിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ചെറിയവനെന്ന് വിളിക്കപ്പെടും. നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്, പാപം എന്നാൽ എന്താകുന്നു? പ്രമാണങ്ങളുടെ ലംഘനമാണ്. എന്ന് പറഞ്ഞാൽ എല്ലാവരും പ്രമാണങ്ങളുടെ ലംഘനമാണ് പാപം. അപ്പോൾ ഈ പ്രമാണങ്ങളിൽ ഒന്ന് ലംഘിക്കുകയോ എന്ന് പറഞ്ഞാൽ അവൻ പാപാവസ്ഥയിലാണ്, ഇല്ലേ? പ്രമാണങ്ങൾ ലംഘിച്ചിരിക്കുന്നു. മാത്രമല്ല മറ്റുള്ളവരെ ലംഘിക്കാൻ പഠിപ്പിക്കുകയും കൂടി ചെയ്യുന്നു. അപ്പോൾ അവൻ സ്വർഗരാജ്യത്തിൽ കയറുമോ? അവൻ എവിടെ പോകും? നരകത്തിൽ പോവോ സ്വർഗത്തിൽ പോവോ? അവൻ പ്രമാണങ്ങൾ ലംഘിക്കുന്നു, മറ്റുള്ളവരെ ലംഘിക്കാൻ പഠിപ്പിക്കുന്നു. ഇവൻ എവിടെ പോകും? ഇവൻ്റെ ആത്മസ്ഥിതി എന്താ? അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, അവൻ എല്ലാവരും ഉച്ചത്തിൽ പറഞ്ഞ അവൻ സ്വർഗരാജ്യത്തിൽ. അപ്പൊ അവനകത്ത് കയറി. അവനകത്ത് കയറിയോ ഇല്ലയോ? പക്ഷെ ചെറിയവനാണ് അകത്ത്, ചെറിയവനാണ്. ഞാൻ ഈ കൊച്ചു പിള്ളേരെ കാണുമ്പോൾ ചോദിക്കും, നിങ്ങൾ എങ്ങനെ ഇതിൻ്റെ അകത്ത് കയറി? എൻ്റെ അമ്മേൻ്റെ കൂടിയുണ്ട്. ഇത് തന്നെയാണ് ഉത്തരം. നീ എങ്ങനെ അകത്ത് കയറിയിടാവേ? നീ മഹാപാപി, നിയമം ലംഘിക്കുന്നവനും നിയമം ലംഘിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നവനും. പക്ഷേ അവൻ ചെറിയവനാണ്. എവിടെ ചെറിയവൻ? സ്വർഗരാജ്യ എന്ന് പറഞ്ഞ എല്ലാവരും സ്വർഗരാജ്യത്തിൽ. അപ്പൊ അവൻ സ്വർഗരാജ്യത്തിൽ കയറിയോ? കയറി. അവനെങ്ങനെ കയറി? ഇവിടെ അവർ കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കുന്നതിനും. ആരെങ്കിലും ഒന്ന് പറയാമോ അവൻ എങ്ങനെ കയറി? റൈറ്റ് എന്ന് പറഞ്ഞേ. അവൻ യേശുവിൽ വിശ്വസിക്കുന്നത് കൊണ്ട് കയറി. അതാണ്. അവനെങ്ങനെ കയറി? ഇപ്പം ഈ കൊച്ചിനോട് ചോദിച്ചു, നീ എങ്ങനെ ഇതിൻ്റെ അകത്ത് വന്നു? നിനക്ക് ഇവിടെ പെർമിഷൻ ആര് തന്നു? ആ കൊച്ചെന്ത് പറയും? ഞാൻ എൻ്റെ അമ്മയുടെ കൈ പിടിച്ച് പോന്നു. ഇത് തന്നെയാണ് ഈശോ പറഞ്ഞത്. നിങ്ങൾ 813 കൽപ്പനയും പാലിച്ചുകൊണ്ടിരിക്കേണ്ട ഒരാവശ്യമില്ല. ഫോളോ മീ, നിങ്ങൾ എൻ്റെ പിന്നാലെ വരിക, ഞാൻ നിങ്ങളെ സ്വർഗരാജ്യത്തിൽ കൊണ്ടുപോകാം. ഇതാണ് പുതിയ നിയമം. നിങ്ങൾ എന്നെ അനുഗമിക്കുക, ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞാൽ, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പാപമല്ല ഞാൻ ഏറ്റെടുത്തോളാം. ഞാനായിരിക്കുന്നിടത്ത് നിങ്ങളെ ആയിരിക്കും. ഞാൻ POCയിലാണ്, POCയുടെ ഓപ്പോസിറ്റാണ് ഞാൻ താമസിക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അതിൻ്റെ ഒരു കാരണം, ഞാൻ അന്ന് ബോംബെയിൽ നിന്ന് നാട്ടിൽ വന്നപ്പോൾ എന്തൊരു വീട് വെക്കണമെന്നൊക്കെ വിചാരിച്ച്, പിന്നെ മനസ്സിലാക്കി വീട് വെച്ചിരിക്കുകയാണ് ഈ സുവിശേഷം പ്രഘോഷിക്കാൻ പറ്റില്ല. എന്താ അതിനകത്ത് ഇച്ചിരി പച്ചക്കറിയും ഇതൊക്കെ ഞാൻ വെക്കൂലേ. അപ്പോൾ പിന്നെ ആ പച്ചക്കറിക്ക് വെള്ളമൊഴിക്കാനും വേണ്ടേ, അതുകൊണ്ട് ധ്യാനിപ്പിക്കാൻ പോകണോ, പച്ചക്കറിക്ക് വെള്ളമൊഴിക്കണം. അതുകൊണ്ട് ഞാൻ വീട് മേടിച്ചില്ല. മനസ്സിലാവുന്നുണ്ടോ? അല്ലെങ്കിൽ അവിടെ ഇച്ചിരി പൂന്തോട്ടം വേണ്ടേ, ഇനി ആ പൂന്തോട്ടം നോക്കിയിരിക്കണോ, സുവിശേഷം പ്രഘോഷിക്കണോ? അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവ് എനിക്ക് എല്ലാ ദിവസവും വണ്ടിയൊന്നും ഇല്ലാണ്ട് പെട്ടെന്ന് കുർബാനയ്ക്ക് പോകാവുന്ന
ഒരു സ്ഥലത്ത് എനിക്ക് വീട് വേണം. ഇത് ഞാൻ പ്രാർത്ഥിച്ചത് ആ POCയുടെ അകത്തൊരു കുഞ്ഞു ചാപ്പലുണ്ട്, അതിനകത്തിരുന്നാണ് പ്രാർത്ഥിച്ച് പുറത്തിറങ്ങിയപ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ് ഫ്ലാറ്റ് ഫോർ സെയിൽ. എടാ ഇത് നല്ല സൗകര്യമാണല്ലോ, എനിക്ക് ഒറ്റ മിനിറ്റ് മതി, ഞാൻ എൻ്റെ ഫ്ലാറ്റിൽ നിന്ന് ഒറ്റ ചാട്ടം ചാടിയാൽ അവിടെ ചാപ്പലിലെത്തി. അവിടെയുള്ളൊരു ഗുണമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 റീത്തിലും കുർബാന. ഒരു ദിവസം സുറിയാനി, പിറ്റേ ദിവസം ലത്തീൻ, 3-ാമത്തെ ദിവസം മലങ്കര. അപ്പം അവിടെ മാത്രമല്ല ബിഷപ്പുമാരൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരും. അപ്പോൾ ബിഷപ്പുമാരുള്ളപ്പോൾ ബിഷപ്പുമാർ കുർബാന ചെയ്യും. എല്ലാ കുർബാനയ്ക്കും പ്രസംഗം ഉണ്ടാവും. കുറച്ച് ദിവസം മുമ്പ് സൂസേപ്പാക്യം പിതാവ് ഉണ്ടായിരുന്നു. അങ്ങനെ വളരെ പതുക്കെ പറയുള്ളൂ. അങ്ങനെ പറയാണ്, ഫരിസേയർ 10 കൽപ്പനകളെ 813 കൽപ്പനകളാക്കി. അങ്ങനെ മനുഷ്യരുടെ മുഖത്ത് ഒരുപാട് ഭാരം ചുമത്തുകയായിരുന്നു. അപ്പോൾ യേശുനാഥൻ വന്നിട്ട് പറഞ്ഞു, വലുതായിട്ടൊന്നും പറഞ്ഞില്ല, നിങ്ങൾ എന്നെ അനുഗമിക്കുക, ഞാൻ നിങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോകാം. നിങ്ങൾ അധ്വാനിക്കുകയും ഭാരം ചുമക്കൊന്നും വേണ്ട, അതെല്ലാം ഞാൻ ചെയ്തോളാം. എനിക്കിത് കേട്ടിട്ടുണ്ടായ സന്തോഷം, കാരണം ഇത് തന്നെ ഞാൻ പിറ്റേ ദിവസം പറഞ്ഞുകൊണ്ടിരുന്നത്, തലേ ദിവസമൊക്കെ. അപ്പോൾ കുർബാന കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ സംസാരിക്കാൻ തുടങ്ങി പിതാവുമായിട്ട്. അപ്പോൾ അവിടുത്തെ ഡയറക്ടർ അച്ഛൻ പറഞ്ഞു, ചായ കുടിക്കാൻ വാ, നമുക്ക് ചായ കുടിക്കാം. അങ്ങനെ ചായ കുടിക്കാൻ ചെന്നു. അപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ ചില ആനുകൂല്യങ്ങളുണ്ട്, പിതാക്കന്മാരുടെ കൂടെ ഇരുന്ന് ചായയൊക്കെ കുടിക്കാം. അപ്പോൾ അദ്ദേഹം പറയാണ്, തോമസ് പോളെ, താൻ കുറേ നാളായിട്ട് വചനം പ്രഘോഷിക്കുന്ന ആളല്ലേ? അതെ പിതാവേ. എന്നിട്ട് എന്താണ് നമ്മുടെ നാട്ടിൽ ഇത്രയും ധ്യാനകേന്ദ്രങ്ങളൊക്കെ ഉണ്ടായിട്ട് ഇപ്പോഴും നമ്മൾ ഒരു ഉപരിപ്ലവ തലത്തിലല്ലേ ഉള്ളൂ? അതെ പിതാവേ. ആണോ അല്ലയോ? എന്തുകൊണ്ട് നമ്മൾ ആഴത്തിലേക്ക് പോകുന്നില്ല? ഇത് ഞങ്ങൾ ചെയ്ത ഒരു ചർച്ച പറയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇങ്ങനെ ബൈബിൾ സൊസൈറ്റിയുടെ പ്രസിഡൻ്റ് ആയ ചെയർമാനായ അദ്ദേഹം തന്നെ പറയണത് ഇതാണ്, നമ്മൾ ഉപരിപ്ലവമാണ്, നമ്മൾ ആഴത്തിലേക്ക് പോകുന്നില്ല. ആഴത്തിലേക്ക് പോയില്ലെങ്കിൽ മുത്ത് കിട്ടുമോ? മുത്ത് കിട്ടില്ല. എനിവേ, അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ സുവിശേഷം എന്ന് പറയുന്നത് ഇതാണ്. ഇത്രയും കൽപ്പനകളെല്ലാം പാലിക്കാൻ ബുദ്ധിമുട്ടുന്ന നിങ്ങൾ എൻ്റെ പിന്നാലെ വരിക, ഞാൻ നിങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോകാം. ഞാൻ പറഞ്ഞു ഓൾറെഡി, വളരെ സൂക്ഷിക്കണം ഇത് മനസ്സിലാക്കാൻ, ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ. കൽപ്പനകൾ ലംഘിക്കുന്നവനും കൽപ്പനകൾ ലംഘിക്കാൻ മറ്റുള്ളവനെ പഠിപ്പിക്കുന്നവനും അവനിപ്പോൾ എവിടെയാണ്? സ്വർഗരാജ്യത്തിൽ. അപ്പോൾ ഇതെന്നെ വളരെ ചിന്തിച്ചു, അവൻ എങ്ങനെ കയറി? ഒരിക്കൽ ഒരു സ്ഥലത്ത് കൺവെൻഷന് ഞാനിങ്ങനെ പറഞ്ഞു, ഏറ്റവും വലിയ പാപിയെയും സ്വർഗത്തിൽ കൊണ്ടുപോകാനാണ് കർത്താവ് ഈശോ മിശിഹാ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഒരു സഹോദരി വന്നിട്ട് സാക്ഷ്യം പറയാൻ വന്നു.